നമസ്കാരം. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം കണക്കാക്കിയതിലുണ്ടായ ഗുരുതരമായ ചട്ടലംഘനത്തിലും ക്രമക്കേടിലും വിജിലൻസ് അന്വേഷണത്തിന് സാധ്യതയേറുന്നു. അനാവശ്യമായ അധിക തുക വിതരണം ചെയ്തതിലൂടെ പൊതുഖജനാവിനുണ്ടായ ഭീമമായ നഷ്ടം ജീവനക്കാരിൽ നിന്നും തിരിച്ചുപിടിക്കാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചു. സംഭവത്തിൽ ധനനികുതി വകുപ്പുകൾ സമഗ്രമായ പരിശോധനയ്ക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. 2022 ഓഗസ്റ്റ് മാസത്തിലെ ശമ്പള പരിഷ്കരണ ഉത്തരവ് 2026 മാർച്ച് 15-നാണ് പുറത്തിറങ്ങിയത്. അടിസ്ഥാന ശമ്പളം അതിന്റെ 31% DA, 10% ഫിറ്റ്മെന്റ് ആനുകൂല്യം എന്നിവ ചേർത്ത് പുതിയ അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കണമെന്നായിരുന്നു സർക്കാർ ഉത്തരവിലുണ്ടായിരുന്നത്. എന്നാൽ ഈ വ്യക്തമായ നിർദ്ദേശം കാറ്റിൽ പറത്തി പഴയ ശമ്പളത്തിൽ DA ലയിപ്പിച്ച ശേഷം അതിന്റെ 10% ഫിറ്റ്മെന്റ് ആനുകൂല്യമായി കണക്കാക്കിയാണ് മാർച്ച് മാസം മുതൽ പുതുക്കിയ ശമ്പളം മാനേജ്മെന്റ് വിതരണം ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ജീവനക്കാരുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് മാനേജ്മെന്റിൽ ഒരു വിഭാഗം ഉത്തരവിന് വിരുദ്ധമായി അധിക തുക ശമ്പളമായി വിതരണം ചെയ്തതെന്ന ആക്ഷേപം ശക്തമാണ്. സർക്കാർ നിർദ്ദേശം കൃത്യമായി പാലിക്കാതെ ജീവനക്കാർക്ക് വലിയ തുക അധികമായി നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് പ്രധാന ആരോപണം. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതിന് പിന്നാലെ ഏപ്രിൽ 17-നാണ് ശമ്പള പരിഷ്കരണ ഉത്തരവിൽ സംശയങ്ങളുണ്ട് എന്നും വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ട് KSFE മാനേജ്മെന്റ് സർക്കാരിന് കത്തയച്ചത്. മാനേജ്മെന്റിന്റെ ഈ നടപടി സ്വന്തം വീഴ്ച മറച്ചുവെക്കാനും സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് തലയുരാനുമുള്ള തന്ത്രമാണെന്നും ആരോപണമുണ്ട്. മാനേജ്മെന്റിന്റെ കത്തിന് മറുപടിയായി മാർച്ച് 15-ന്റെ സർക്കാർ ഉത്തരവ് അനുസരിച്ചല്ല KSFEയിൽ അടിസ്ഥാന ശമ്പളം കണക്കാക്കിയതെന്ന് വ്യക്തമാക്കി നികുതി വകുപ്പ് പുതിയ ഉത്തരവുമിറക്കി. സർക്കാർ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ശമ്പളം നിർണയിച്ചതെന്ന് നികുതി വകുപ്പ് അക്കമിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. നികുതി വകുപ്പിന്റെ പുതിയ തിരുത്തൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ ജീവനക്കാരുടെ മാസം തോറുമുള്ള വർദ്ധിച്ച ശമ്പളത്തിൽ നിന്നും 1230 രൂപ മുതൽ 7200 രൂപ വരെ കുറയും. കൂടാതെ മാർച്ച് മാസം മുതൽ മാനേജ്മെന്റിൽ പിഴവ് മൂലം ജീവനക്കാർക്ക് അധികമായി ലഭിച്ച മുഴുവൻ തുകയും തിരിച്ചുപിടിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിനായി വരും മാസങ്ങളിലെ ശമ്പളത്തിൽ നിന്നും തുക പിടുത്തം ചെയ്യും. മുൻ സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്താതെ ക്രമരഹിതമായി അധിക പണം നൽകി ജീവനക്കാരുടെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് കാണിച്ച് മാർച്ചിൽ തന്നെ കത്ത് നൽകിയിരുന്നതായി കോൺഗ്രസ് അനുകൂല സംഘടനയായ ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷനും ചൂണ്ടിക്കാട്ടി. ക്രമക്കേടിന് കൂട്ടുനിന്ന മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് സംഘടന ശക്തമായി ആവശ്യപ്പെട്ടു. സർക്കാർ ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ച് ഖജനാവിന് നഷ്ടമുണ്ടാക്കാൻ കൂട്ടുനിന്ന KSFEയിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. സാമ്പത്തിക ക്രമക്കേടിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്നും നഷ്ടം ഈടാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സംഭവത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. സ്ഥാപനത്തിലെ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കോടിക്കണക്കിന് രൂപ അധികമായി വിതരണം ചെയ്തത് ധനകാര്യ മാനദണ്ഡങ്ങളുടെ ലംഘനമാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നടന്ന ഈ വൻ തുക ചോർച്ച സർക്കാരിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ധനവകുപ്പ് KSFE മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക അച്ചടക്ക ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യാനുമാണ് സർക്കാരിന്റെ നീക്കം.